ഹലോ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയൊരു സന്തോഷവാർത്ത നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ന് കേരള PSC പോളിടെക്നിക് കോളേജുകളിലെ മെക്കാനിക്കൽ ബ്രാഞ്ചിന്റെ ഡെമോൺസ്ട്രേറ്റർ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 തസ്തികയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 214 ആളുകളെയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു സന്തോഷം അല്ലെ അഭിമാനം എന്ന് പറയുന്നത് ഈ റാങ്ക് ലിസ്റ്റിന്റെ മെയിൻ ലിസ്റ്റിൽ ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികളും ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഏണസ്റ്റ് അക്കാഡമിയുടെ പേരിലും നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ പേരിലും ഇതിൻ്റെ മെൻറ്ററായിട്ടിരുന്ന അഞ്ജു മിസ്സിൻ്റെ പേരിലും എല്ലാ ഭാവങ്ങളും ആശംസകളും നേരുകയാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നു 2023 ജാനുവരിയിലായിരുന്നു ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. അപ്പോൾ ജൂൺ 6 മറ്റോ ആയിരുന്നു ഇതിൻ്റെ എക്സാം. എന്നാലും 5 മാസ കാലയളവിൽ തന്നെയാണ് PSC ഇതിൻ്റെ ഒരു വളരെ ഷോർട്ട് നോട്ടീസിൽ തന്നെ ഇതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഷോർട്ട് നോട്ടീസിൽ ധാരാളം സ്റ്റുഡൻസ് ഏണസ്റ്റ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ PSCയുടെ ട്രെൻഡ് എന്ന് പറയുന്നത് ടെക്നിക്കൽ എക്സാമുകളൊക്കെ 1 വർഷം ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു 9 മാസം നോട്ടിഫിക്കേഷൻ ശേഷമാണ് എക്സാം നടത്താറുള്ളത്. പക്ഷേ ഇതിൻ്റെയും അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ എക്സാമുകളൊക്കെ പെട്ടെന്നായിരുന്നു വന്നത്. അപ്പോൾ ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്ത നമ്മുടെ ഫാക്കൽറ്റീസ് അത് സിലബസ് എല്ലാം ടൈംലി കവർ ചെയ്ത് കുറേ അധികം മോക്ക് ടെസ്റ്റുകൾ നടത്തുകയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് നടത്തുകയും അതേപോലെ ഈ ഫാക്കൽറ്റീസിനെ നന്നായിട്ട് അറേഞ്ച് ചെയ്യാനും സ്റ്റുഡൻസിൻ്റെ ഡെപ്ത് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാനും അവരോടൊപ്പം അവസാനം വരെ ഈ എക്സാമിൻ്റെ അവസാന ഘട്ടം വരെ നിന്ന അഞ്ജു മിസ്സിനെ ഞാൻ ഒന്നുകൂടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കാരണം ഇവരുടെ എല്ലാവരുടെയും കൂട്ടായിട്ടുള്ളൊരു പരിശ്രമമാണ് ഇതുപോലൊരു വലിയ വിജയം നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്. 214 പേരടങ്ങുന്ന മെയിൻ ലിസ്റ്റിൽ 30ഓളം സ്റ്റുഡൻസ് ഏണസ്റ്റ് അക്കാഡമിയുടെ ഉദ്യോഗാർത്ഥികളാണ്. ഇപ്പോൾ 30 പേരോളം മെയിൻ ലിസ്റ്റിൽ വരുമെന്ന് പറയുന്നത് ഇതൊരു വലിയൊരു കാര്യമാണ്, വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ നമ്മുടെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 8 പേര് ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കിടക്കാം. അതിനോടൊപ്പം ഒരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. PSC 2023 ജാനുവരിയിൽ ഇതിൻ്റെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിക്കുകയും ഇപ്പോൾ 2024 ജൂലൈയിലേക്ക് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1.5 വർഷ കാലയളവിൽ തന്നെ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടത്തി ഇൻ്റർവ്യൂ എല്ലാം നടത്തി. ഇപ്പം അടുത്ത ഒരു 1-2 മാസം സ്റ്റുഡൻസിന് അഡ്വൈസ് ലഭിക്കാൻ പോകുന്നത്. അപ്പം വളരെ സ്ട്രക്ചേർഡും പഴയതിൽ നിന്നും കുറച്ച് മാറിയ നല്ല മാറ്റങ്ങളും PSCയുടെ ഈ മാറ്റങ്ങൾ വളരെ സ്വാഗതം അർഹിക്കുന്നതാണ്. അപ്പോൾ അത് ഇവിടെ ഒന്ന് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കിടക്കാം. ഇപ്പോൾ 10th റാങ്ക് നേടിയിരിക്കുന്നത് അർഫാത്താണ്. ഇപ്പോൾ അർഫാത്ത് കഴിഞ്ഞ ഒരു 1.5-2 വർഷമായിട്ട് നമ്മളുടെ 2-3 കോഴ്സുകൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് നന്നായിട്ട് പഠിക്കുകയാണ്. ഓൾറെഡി റീസെൻ്റായിട്ട് വന്ന ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 തസ്തികയുടെ 3rd റാങ്ക് ഹോൾഡറാണ് അർഫാത്ത്. അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ ഫിസിക്കലെല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അർഫാത്ത് ഓൾറെഡി വാട്ടർ ട്രാൻസ്പോർട്ടിലെ ഒരു തസ്തികയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്ന സമയത്ത് ഒരു ഉയർന്ന തസ്തികയ്ക്ക് വേണ്ടി കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു തസ്തികയ്ക്ക് വേണ്ടി ഏണസ്റ്റ് അക്കാഡമി തിരഞ്ഞെടുക്കുകയും നമ്മളോടൊപ്പം ഈ എക്സാമുകൾക്കെല്ലാം തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ വന്ന ലിസ്റ്റുകളിലൊക്കെ തന്നെ അർഫാത്തിന് നല്ലൊരു വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അർഫാത്തിന് ഓൾ ദി ബെസ്റ്റ്. അർഫാത്ത് എടുത്ത എല്ലാ എഫോർട്ടും നമ്മുടെ ഈ റീസെൻ്റായിട്ട് വന്ന ലിസ്റ്റുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ 19th റാങ്ക് നേടിയിരിക്കുന്ന ആകാശ്. ഇപ്പോൾ ആകാശിൻ്റെ കാര്യം എടുത്തു പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇതിൻ്റെ ലിസ്റ്റ് വന്ന സമയത്ത് ആകാശ് എന്നെ പേഴ്സണലി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകാശ് ഫൈനൽ ഇയർ ഇപ്പോൾ ആ സമയം 3rd ഇയർ TKMൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡിപ്ലോമ കഴിഞ്ഞിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, സാർ എനിക്ക് ഈ ഒരു റാങ്കിൽ എനിക്കൊരു എക്സാം ഞാൻ ഈ മെക്കാനിക്കൽ BTech പഠിക്കുമ്പോൾ തന്നെ എനിക്കത് ക്രാക്ക് ചെയ്യണം, അത് എൻ്റെ ഒരു ഡ്രീം പോസ്റ്റാണ്, ഇതെൻ്റെ ഫസ്റ്റ് PSC എക്സാം ആണെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും ഞങ്ങൾ തരാം. അതിനുശേഷം ഞാൻ അഞ്ജു മിസ് നമ്മുടെ മെൻറ്ററുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ആകാശിനെ ഉടനീളം അഞ്ജു മിസ്സിന് പല ഘട്ടങ്ങളിലായിട്ട്, കാരണം ആദ്യമായിട്ട് ഒരു എക്സാം എഴുതുമ്പോൾ ആൾക്ക് കുറേ കാര്യങ്ങൾ ആ ചെറിയൊരു സ്പാനിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. കുറേ എക്സാമുകളൊക്കെ പ്രാക്ടീസ് ചെയ്യുക, എറേഴ്സ് റെഡ്യൂസ് ചെയ്യുക, ടൈം മാനേജ് ചെയ്യുക. അപ്പോൾ അതിനെല്ലാം അഞ്ജു മിസ് നന്നായിട്ട് ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആകാശിന് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ഈ ഒരു ഉന്നത വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആകാശ് ഇപ്പം TKMൽ ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റാണ്. അപ്പോൾ ആകാശിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുവാണെങ്കിൽ 2002 ആണ്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ
ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വിദ്യാർത്ഥിയുള്ള ഒരാളായിരിക്കും ആകാശ്. അപ്പോഴേ ആകാശിനോട് എന്താണ് ഏൺസ്റ്റ് അക്കാഡമിയുടെ കൺഗ്രാറ്റ്സ് അറിയിക്കുകയാണോ. അപ്പം മഞ്ജു മിസ് പ്രത്യേകം എന്നോട് പറഞ്ഞു ആകാശിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യണമെന്നുള്ളത്. കാരണം ഇത്ര എഫോർട്ട് എടുത്തിട്ട് ആൾ മുൻനിരയിൽ വരുമ്പോൾ നമ്മളത് എടുത്തു പറയേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ 30th റാങ്ക് നേടിയിരിക്കുന്ന സരുൺ സുരേഷാണ്. 35th റാങ്ക് നേടിയിരിക്കുന്ന ശ്രീജിത്ത്, 41st റാങ്ക് നേടിയിരിക്കുന്ന അബ്ദുൽ, 44th റാങ്ക് നേടിയിരിക്കുന്ന സൂരജ്, 49th റാങ്ക് നേടിയിരിക്കുന്ന ഗാബി, 54th മുഹമ്മദ് അസീം, 61 ശ്രീലാൽ, 64 ഷുഹേൽ, 67 അഫിജിത്ത്, 69 അർജുൻ പി സുരേഷ്, 71st റാങ്ക് നേടിയിരിക്കുന്ന ഷിജിൻ, 79th റാങ്ക് നേടിയിരിക്കുന്ന മുഹമ്മദ് ഫസിൽ. അങ്ങനെ തുടങ്ങുന്ന ലിസ്റ്റിൽ നമ്മുടെ മെയിൻ ലിസ്റ്റിൽ 144th റാങ്ക് നേടിയിരിക്കുന്ന ഡിനു ജോർജ്. ഇപ്പോഴേ എല്ലാവരുടെയും പേര് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു പറയുന്നില്ല. എല്ലാവരുടെയും ഫോട്ടോസ് ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താമസിക്കാതെ തന്നെ നമ്മുടെ വെബ്സൈറ്റിലും നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും എല്ലാം ഇവരുടെ ഫോട്ടോസ് അടങ്ങിയ ഒരു പോസ്റ്റർ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. 172 റാങ്ക് നേടിയിരിക്കുന്ന അഭിനന്ദ് GS ആണ്. അതേപോലെ തന്നെ 196th റാങ്ക് നേടിയിരിക്കുന്ന നിതിനാണ്. അതേപോലെ സപ്ലിമെൻ്ററി ഇഴവ ലിസ്റ്റിലും ഈ എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ അതിലും SC വിഭാഗങ്ങളിലും എല്ലാം കൂടെ ഒരു 8ഓളം സ്റ്റുഡൻസ് ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഏൺസ്റ്റ് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഇവിടെ 2024 മുതൽ കുറേ അധികം റാങ്ക് ലിസ്റ്റുകൾ കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഏൺസ്റ്റ് അക്കാഡമി കഴിഞ്ഞ ഒരു 4.5 കൊല്ലം ഈ വരുന്ന സെപ്റ്റംബറിൽ ഞങ്ങൾ 5 വർഷമാണ് ഒരു 100ഓളം കോഴ്സുകൾ പല ബ്രാഞ്ചുകളിലും ITI, ഡിപ്ലോമ, BTech പൂർത്തിയാക്കിയവർക്ക് അത് ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, സിവിൽ ആയിക്കോട്ടെ, മെക്കാനിക്കൽ ആയിക്കോട്ടെ പല ബ്രാഞ്ചുകളിലെ കോഴ്സുകൾ നമുക്കിവിടെ കണ്ടക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു വലിയ ശതമാനം സ്റ്റുഡൻസ് ഏൺസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ഇടം പിടിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ടോപ്പ് പൊസിഷൻസിലൊക്കെ ഏൺസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ഇടം പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ ബ്രാഞ്ചുകൾക്കും അപ്ലൈ ചെയ്യുന്ന ജൂനിയർ ട്രേസ് ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ വലിയൊരു വിജയം നമുക്ക് കൈവരിക്കാൻ സാധിച്ചു. പ്രോഗ്രാമറിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ 100ൽ 30ഓളം പേര് ഏൺസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. അതേപോലെ വർക്ക്സ് മാനേജറിൻ്റെ 2nd റാങ്ക് 3rd റാങ്ക് എല്ലാം ഏൺസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസിന് ലഭിക്കുകയുണ്ടായി. അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ 1st റാങ്ക് ഏൺസ്റ്റ് അക്കാഡമിക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ നീളുന്ന ഒരു ലിസ്റ്റാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം 2024 കേരള PSC പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റുകളാണ്. ഇപ്പോൾ ഞാൻ എന്താണ് ഇത് നിങ്ങളോട് പറയുന്നതെന്നുള്ള അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പല ഉദ്യോഗാർത്ഥികളായിരിക്കും കാണും. അവർ ആദ്യ PSC എക്സാം എഴുതുന്നവർ കാണും. കുറേ അധികം PSC എക്സാം സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് എഴുതിയിട്ട് അവർക്കൊരു നെക്സ്റ്റ് ലെവലിലേക്ക് ഉയരുവാനോ അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയം അവർക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവരോടെല്ലാം ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്കൊരു നല്ല ഗൈഡൻസും നല്ല ഞങ്ങളുടെ ഫാക്കൽറ്റീസിൻ്റെ നല്ല ഒരു റിച്ച് കണ്ടൻറ്റും അവരുടെ ഗൈഡൻസും അവരുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് അടുത്ത ലെവലിലേക്ക് ഉയർത്താൻ ഉറപ്പായിട്ടും സാധിക്കും. അപ്പോൾ യൂട്യൂബിലും ഞങ്ങളുടെ വെബ്സൈറ്റ്സിലും എല്ലാം നമ്മുടെ അച്ചീവേഴ്സിൻ്റെ പോസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അവരുടെ ഇൻ്റർവ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടോപ്പിൽ വന്ന ആളുകളെല്ലാം തന്നെ എന്തായാലും വളരെ താമസിക്കാതെ തന്നെ ഇവിടെ കൊണ്ടുവരുന്നതായിരിക്കും. അവർ ഞാൻ പറഞ്ഞല്ലോ അർഫാത്ത് കുറേ അധികം എക്സാമുകൾ എഴുതി അർഫാത്തിന് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. അതേപോലെ തന്നെ ആദ്യ എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ വന്ന ആകാശിൻ്റെ അനുഭവം അത് നിങ്ങൾക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആദ്യ എക്സാമിലൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് വലിയൊരു അനുഭവമായിരിക്കും. അപ്പം നമുക്കിപ്പോഴാണെങ്കിൽ എല്ലാ ബ്രാഞ്ചുകൾക്കും അപ്ലൈ ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ പോസ്റ്റ് എല്ലാവരും അപ്ലൈ ചെയ്ത് കാണും. എക്സാം അതിൻ്റെ താമസിക്കുന്ന എക്സാം കാണും. അപ്പോൾ ആ കോച്ചിങ് ഇവിടെ അവൈലബിൾ ആണ്. RRBJയുടെ നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബ്രാഞ്ചുകളിലേക്കുള്ള CBT1 CBT2 കോഴ്സുകൾ ഇവിടെ ലഭ്യമാണ്. മെക്കാനിക്കൽ ബ്രാഞ്ചിൻ്റെ ജൂനിയർ ഇൻസ്ട്രക്ടർ, ട്രേഡ്സ്മാൻ തസ്തികയിൽ എല്ലാ ബ്രാഞ്ചുകളും, അത് ഡീസൽ മെക്കാനിക്കൽ ആയിക്കോട്ടെ, ടേർണർ ആയിക്കോട്ടെ, മെഷീനിസ്റ്റ് ആയിക്കോട്ടെ, ഫിറ്റർ ആയിക്കോട്ടെ, എല്ലാ കോഴ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോഴും ഞങ്ങൾ റെഡിയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്തി നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് നേടിത്തരാൻ. ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ?